ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ ആൻസർ കീ. 1. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ബി. ദക്ഷിണ ധ്രുവം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ദക്ഷിണ ധ്രുവം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര്? എ. രവീന്ദ്രനാഥ ടാഗോർ. പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊണാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി. നാഗാലാൻഡ്. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ സി. ശ്രീമതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി 25 വയസ്സ്. നിലവിൽ GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? നിലവിൽ GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യമന്ത്രി. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ സി. ജി. ശങ്കരക്കുറുപ്പ്. ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം ആരാണ്? ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം ഓപ്ഷൻ ഡി. സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44. കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടി ഏത്? ഓപ്ഷൻ സി. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ്. കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ്. നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമേത്? ഓപ്ഷൻ ബി. സിക്കിം. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ. അയ്യങ്കാളി. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമേത്? ഓപ്ഷൻ സി. അഫ്ഗാനിസ്ഥാൻ. കേരള തീരപ്രദേശത്ത് പ്രധാനമായും ചവറ കാണപ്പെടുന്ന അറ്റോമിക ധാതു ഏതാണ്? ഓപ്ഷൻ ഡി. തോറിയം. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി. കോറമാണ്ടൽ തീരം. വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത്? വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഓപ്ഷൻ ബി. നർമ്മദ. ഉത്തരയാന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമേത്? ഉത്തരയാന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമേത്? ഓപ്ഷൻ ബി. ഗുജറാത്ത്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി. നെയ്യാർ വന്യജീവി സങ്കേതം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? 1. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ശ്രമത്തിൻ്റെ ഭാഗമാണ് പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം നടപ്പിലാക്കിയത്. ശരിയാണ്. BR അംബേദ്കർ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെ എതിർത്തിരുന്നു.
തെറ്റാണ് പ്രസ്താവന. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1919 പ്രധാന വ്യവസ്ഥയായിരുന്നു മുസ്ലിങ്ങൾ പ്രത്യേക നിയോജക മണ്ഡലം എന്ന വ്യവസ്ഥ. ശരിയാണ്. ഓപ്ഷൻ സി 1ഉം 3ഉം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ഏത് സമരത്തോടു കൂടിയാണ്? ഓപ്ഷൻ ബി ദണ്ഡി മാർച്ച്. ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. സുകുമാർ സെൻ ആയിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ശരിയാണ്. 17 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. തെറ്റാണ്. ആനുപാതിക പ്രതിനിധ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകസഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തിയത്. ശരിയാണ്. ഓപ്ഷൻ ബി 2 മാത്രം തെറ്റ്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക. 1. തിയോസഫിക്കൽ സൊസൈറ്റി. 3. കേണൽ ഓൾക്കോട്ട്. 1 തിയോസഫിക്കൽ സൊസൈറ്റി, 3 കേണൽ ഓൾക്കോട്ട്. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപകൻ EV രാമസ്വാമി നായ്ക്കർ. ഹിതകാരിണി സമാജം സ്ഥാപകൻ വീരേശലിംഗം പന്തലു. 4 പ്രാർത്ഥനാ സമാജം സ്ഥാപകൻ ആത്മറാം പാണ്ഡുരംഗ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഗേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? ഓപ്ഷൻ സി കർഷകരെ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ: 1 ഫസൽ അലി, 2 സർദാർ KM പണിക്കർ, 3 HN കുൻസ്രു. ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയായിട്ടുള്ള ഉത്തരമാണ്. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തന്ത്രമാണ് മഹലനോബിസ് സ്വീകരിച്ചത്. ശരിയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പൊതുമേഖല ഒരു പ്രധാന പങ്ക് വഹിച്ചു. ശരിയാണ്. സെമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കുക എന്നത് ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിരുന്നു. ശരിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. തെറ്റായ പ്രസ്താവനയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. 1947 ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ലയന കരാറിൽ ഒപ്പുവയ്ക്കുവാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ: ഓപ്ഷൻ എ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. വാദം: ലിട്ടൻ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷ പത്ര നിയമത്തെ ഇന്ത്യൻ ജനത എതിർത്തു. കാരണം പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഓപ്ഷൻ എ 2ഉം ശരിയാണ്. കാരണം വാദത്തെ വിശദീകരിക്കുന്നു. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനത്തിന് നയിച്ചത്. ശരിയാണ്. പാകിസ്ഥാൻ 2 പ്രദേശങ്ങളാണ് രൂപം കൊണ്ടത്. പാകിസ്ഥാൻ 2 പ്രദേശങ്ങളായാണ് രൂപം കൊണ്ടത്. ശരിയാണ്. പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറി. 3 തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം. ഓപ്ഷൻ എ. 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സാർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത്: ഓപ്ഷൻ സി ഹരിപ്പാട്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാർ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം: 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം: ഓപ്ഷൻ സി ജപ്പാൻ.
കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. ഓപ്ഷൻ ബി മോട്ടു എന്ന ആനക്കുട്ടി. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനക്രമത്തിൽ ആക്കുക. ഈഴവ മെമ്മോറിയൽ 1896 ഈഴവ മെമ്മോറിയൽ. 1. 1924 വൈക്കം സത്യാഗ്രഹം. 2. ഗുരുവായൂർ സത്യാഗ്രഹം 1931. 3. പാലിയം സത്യാഗ്രഹം 1947. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന്. കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലാത്തത്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശരിയാണ്. അയ്യ വഴി എന്ന ആത്മീയ പ്രസ്ഥാനം സ്ഥാപിച്ചു. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി 2ഉം 4ഉം തെറ്റാണ്. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ സി അൻപ് വീട്. കാനഡ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടെ കേരളത്തിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഇടുക്കി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. തമിഴ്നാട്ടിലൂടെ മാത്രമേ ഇന്ത്യയിലേക്ക് പ്രവേശന കവാടമുള്ളൂ. ശരിയാണ്. ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തെറ്റാണ്. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണിത്. ശരിയാണ്. ഈ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. തെറ്റാണ്. ഓപ്ഷൻ ഡി 1ഉം 3ഉം മാത്രം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് പട്ടണത്തിലാണ്? ഓപ്ഷൻ സി ആലുവ. താഴെ പറയുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണിത്. പ്രശസ്തമായ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നദിയുടെ തീരത്തായിരുന്നു. ഓപ്ഷൻ ഡി ഭാരതപ്പുഴ. 2024 അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളി നീന്തൽ താരം ആര്? ഓപ്ഷൻ സി സാജൻ പ്രകാശ്. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം ക്ഷേത്രം ഏത് കായൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. അതിക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സ്നേഹിത. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? 1952 അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടത്. ശരിയാണ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി അഫിലിയേറ്റ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ശ്രീമതി മേഴ്സി കുട്ടനാണ് നിലവിലെ അസോസിയേഷൻ പ്രസിഡന്റ്. തെറ്റാണ്. കേണൽ ഗോവിന്ദവർമ്മ രാജയായിരുന്നു അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ്. ശരിയാണ്. ഓപ്ഷൻ ഡി 3 മാത്രം തെറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ജലസേചന പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. കാരാപ്പുഴ വയനാട്, പോത്തുണ്ടി പാലക്കാട്, ചിമ്മിണി തൃശ്ശൂർ, പെരിയാർ ഇടുക്കി. ഓപ്ഷൻ ബി.
മേൽപ്പറഞ്ഞ കേരളത്തിൻ്റെ പ്രകൃതിയെ കുറിക്കുന്ന ഈ വരികൾ എഴുതിയത് ആര്? ഓപ്ഷൻ സി വള്ളത്തോൾ നാരായണ മേനോൻ. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇവരിൽ ആരാണ്? സി മഞ്ചേരി രാമയ്യർ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് ഇവരിൽ ആര്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇവരിൽ ആര്? ഓപ്ഷൻ ഡി കെ കേളപ്പൻ. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. താഴെ പറയുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കി. തെറ്റാണ്. പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടു. ശരിയാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം 1913 സംഘടിപ്പിച്ചു. ശരിയാണ്. ഓപ്ഷൻ ബി 1, 3, 4 ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം? ഓപ്ഷൻ ബി കീഴരിയൂർ ബോംബ് കേസ്. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956. ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും? വി ടി ഭട്ടതിരിപ്പാട്. വിറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ സി നിശാന്തത. പരിശീലനം സിദ്ധിച്ച കുടുംബശ്രീ വോളണ്ടിയർമാർ വീടുകളിൽ സന്ദർശിച്ച് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുന്ന പദ്ധതി സാന്ത്വനം. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന സിര ഹെപ്പാറ്റിക് പോർട്ടൽ സിര. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സംരക്ഷിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓപ്ഷൻ എ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ മുതലായ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മെഡുല ഒബ്ലാങ്കട്ട. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവനമാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി? ഓപ്ഷൻ ബി സ്നേഹയാനം. സുന്ദർലാൽ ബഹുഗുണയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം? ഓപ്ഷൻ ഡി ചിപ്കോ പ്രസ്ഥാനം. ഭൗമസൂചിക പദവി ലഭിച്ച ഒരു കാർഷിക ഉൽപ്പന്നം? ഓപ്ഷൻ എ പാലക്കാടൻ മട്ടയരി. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ? തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ? ഓപ്ഷൻ ബി കണ്ടൽ വനങ്ങൾ.